ഇത്രയും കാലം H1B വിസയുടെ പേരിലായിരുന്നു ഡൊണാൾഡ് ട്രംപ് അമേരിക്കയിൽ ജോലി ചെയ്യുന്ന വിദേശ തൊഴിലാളികളെയും ജീവനക്കാരെയും ഒക്കെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്നത്. ഇപ്പോഴിതാ H1B വിസ അത് കഴിയുന്നു. അടുത്ത രീതിയിൽ O1A വിസ, അതിലും കടുത്ത നിലപാട് സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ് ട്രംപ് ഭരണകൂടം. പക്ഷേ വ്യക്തമായ തീരുമാനം ആരുമൊന്നും പറയുന്നില്ല. എന്തു തന്നെയായാലും H1B വിസയായാലും O1A വിസയായാലും പരിശോധനകൾ കർശനമാക്കുന്നു എന്നാണ് ഇപ്പോൾ ഹോം സെക്യൂരിറ്റി ഓഫീസിന്റെ വ്യക്തമായ നിലപാട്. വിദേശ രാജ്യങ്ങളിൽ നിന്നും ജീവനക്കാരെ നിയമിക്കുന്നതിന് H1B അപേക്ഷ സമർപ്പിക്കാൻ കമ്പനികൾക്ക് $1,00,000 ആയിരുന്നു ട്രംപ് ചുമത്തിയത്. ഒടുവിൽ അതിന്റെ ഞെട്ടൽ മാറുന്നതിന് മുമ്പ് തന്നെ ട്രംപ് ഭരണകൂടം വിസ നടപടിയിൽ കൂടുതൽ കടുപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. പരമാവധി വിദേശ ജീവനക്കാരെ ജോലികളിൽ നിന്നും വിലക്കുകയും അവരെ നാട്ടിലേക്ക് തിരിച്ചു പറഞ്ഞുവിടുകയും ചെയ്യുക തന്നെയാണ് ലക്ഷ്യം. എന്നിട്ട് അമേരിക്കക്കാരായ ബിരുദധാരികൾക്ക് ജോലി നൽകുക, അമേരിക്കയിൽ പരിപൂർണമായ കുടിയേറ്റ വിരുദ്ധ തദ്ദേശീയവൽക്കരണം നടപ്പാക്കുക. ഇതാണ് ഇപ്പോൾ ട്രംപിന്റെ സ്വപ്നം. ഇതിനൊന്നും ഒരു ഔദ്യോഗിക എക്സിക്യൂട്ടീവ് ഉത്തരവ് ട്രംപ് ഒപ്പിട്ട് വെച്ചിട്ടില്ല എന്നാണ് മറ്റൊരു ദുരൂഹത. H1B നോൺ ഇമിഗ്രന്റ് വിസ ക്ലാസിഫിക്കേഷൻ പ്രോഗ്രാം പരിഷ്കരണം, ഇതാണ് തലക്കെട്ട്. ഈ ഒരു ക്ലാസിഫിക്കേഷൻ പ്രോഗ്രാം പരിഷ്കരണത്തിന്റെ പിന്നിലാണ് ഫെഡറൽ രജിസ്റ്ററിൽ ഔദ്യോഗികമായി പട്ടികപ്പെടുത്തിയിരിക്കുന്ന ചില നിർദ്ദേശങ്ങളിൽ ഇന്ത്യക്കാരുടെ അടക്കം നിയമനങ്ങളെ ബാധിക്കുന്ന കടുത്ത നിലപാടുകൾ കുറിച്ചു വച്ചിരിക്കുന്നത്. സ്പെഷ്യാലിറ്റി തൊഴിൽ എന്നതിന്റെ നിർവഹണത്തിൽ ഇനി മൂന്നാം കക്ഷി നിയമനങ്ങളുടെ സൂക്ഷ്മ പരിശോധന അടക്കം സ്പെഷ്യാലിറ്റി തൊഴിൽ കടുപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. സാങ്കേതിക വിദ്യ, കൺസൾട്ടിംഗ് മേഖലകളിലെ സാധാരണ രീതിയായ മറ്റ് സ്ഥാപനങ്ങളിലെ ജോലി സ്ഥലങ്ങളിൽ H1B തൊഴിലാളികളെ നിയമിക്കുന്ന കമ്പനികൾ ഇനി കൂടുതൽ സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാകും. അവർ അപേക്ഷിക്കുന്ന ജീവനക്കാരന്റെ യോഗ്യതകളോ മറ്റ് രേഖകളോ മാത്രമല്ല, ആ കമ്പനിയിലെ മറ്റു ജീവനക്കാർ, ആ കമ്പനിയുടെ ഉടമസ്ഥർ, ഇവരുടെ എല്ലാം യോഗ്യത, അതുപോലെ തന്നെ മറ്റു രേഖകൾ, ഇതൊക്കെ കർശനമായ പരിശോധനകൾക്ക് ഓരോ തവണയും വിധേയമാക്കുമെന്നാണ് ഏറ്റവും പുതിയ തീരുമാനം. ഉയർന്ന വൈദഗ്ധ്യമുള്ള വിദേശ പൗരന്മാരെ നിയമിക്കുന്നതിന് തൊഴിലുടമകൾ O1A വിസകളും ദേശീയ താൽപര്യ ഇളവുകളും ഉപയോഗിക്കുന്നത് ഈ പരിഷ്കരണത്തിലൂടെ തടയും. O1A വിസകളിൽ ശാസ്ത്രം, വിദ്യാഭ്യാസം, ബിസിനസ് അല്ലെങ്കിൽ അത്ലറ്റിക്സ് ഇതിൽ കഴിവുള്ളവരെയാണ് സാധാരണയായി വിസ നൽകുന്നത്. സിനിമ, മറ്റ് കലകൾ അല്ലെങ്കിൽ ടെലിവിഷൻ വ്യവസായം ഇതിലൊന്നും ആർക്കും നൽകില്ല. ഇതിന്റെ നിർവഹണത്തിൽ ആരെയും ഇനി ഉൾപ്പെടുത്താമെന്നതാണ് ട്രംപിന്റെ പുതിയ കണ്ടുപിടുത്തം. മുമ്പ് വേതന തൊഴിൽ വ്യവസ്ഥ നിയമങ്ങൾ ലംഘിച്ച കമ്പനികളെ കൂടുതൽ സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കും. വേണമെങ്കിൽ അവരെ രാജ്യത്ത് നിന്ന് തന്നെ പുറത്താക്കും. ഒരു മടിയുമില്ല ട്രംപിന്. സ്പെഷ്യാലിറ്റി തൊഴിൽ എന്നതിന്റെ നിർവചനം ബിരുദവും ജോലി ചുമതലകളും തമ്മിൽ യുക്തിസഹമായ ബന്ധം ഉണ്ടായിരിക്കണം എന്ന് തന്നെയാണ്. ജോ ബൈഡന്റെ കാലത്ത് ഇതിലൊരു മൃദു സമീപനം എടുത്തിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ കമ്പനികൾക്ക് H1B വിസ അനുവദിച്ചിരുന്നത്. പക്ഷേ അതിന് ഇനിയൊരു പുനർചിന്തനം ഉണ്ടാകാൻ പോവുകയാണ്. സ്പെഷ്യാലിറ്റി തൊഴിൽ ബിരുദവും ജോലി ചുമതലകളും ഏതാണ്ട് ഈക്വൽ ആയിരിക്കണം. ഏത് തസ്തികകളിലേക്ക് ആരെ നിയമിക്കാൻ പോകുന്നു എന്ന് ട്രംപ് ഭരണകൂടം ഇനി നിയന്ത്രിക്കും ഓരോ കമ്പനിയിലും. വാർഷിക പരിധിയിൽ നിന്നും ഒഴിവാക്കപ്പെട്ട തൊഴിലുടമകളെയും സ്ഥാപനങ്ങളെയും അവലോകനം ചെയ്യാനും അവരുടെ എണ്ണം ചുരുക്കാനും ഒക്കെ ദേശീയ സുരക്ഷാ വകുപ്പും പദ്ധതി ഇടുന്നുണ്ട്. ലാഭേച്ഛയില്ലാത്ത ഗവേഷണ സ്ഥാപനങ്ങൾ, സർവകലാശാലകൾ, നിലവിൽ ഇളവുകൾ പ്രയോജനപ്പെടുത്തുന്ന ആരോഗ്യ പരിപാലന സ്ഥാപനങ്ങൾ എന്നിവയെ ഗുരുതരമായ രീതിയിൽ ഈ തീരുമാനം ബാധിക്കും. H1B വിസ വർധനവ്, ഫീസ് വർധനവ് തുടക്കത്തിൽ കമ്പനികളെ സാരമായ സമ്മർദ്ദത്തിലാക്കിയിരുന്നു. അപ്പോഴാണ് അമേരിക്കയുടെ വിശദീകരണം വന്നത്. ഇത് ഒറ്റ തവണ അപേക്ഷിക്കുമ്പോൾ മാത്രമാണ് ഇത് വരുന്നത്. ഓരോ തവണയും ഈ വിസ ലഭിച്ചയാൾ ഈ തുക അടയ്ക്കേണ്ടതെന്ന്. ഇപ്പോഴെന്തായി? അനധികൃതമായി, അന്യായമായി ഇങ്ങനെ ഫീസ് ചുമത്തിയതിനെതിരെ ചില കമ്പനികൾ ധൈര്യപൂർവ്വം ട്രംപിനെതിരെ, വൈറ്റ് ഹൗസിനെതിരെ നിയമ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ സംഭവിക്കാൻ പോകുന്നത് അമേരിക്കയിലെ എൻവിഡിയ പോലുള്ള വൻകിട കമ്പനികൾക്ക് മാത്രമേ ഇനി H1B വിസ അത് അപേക്ഷിച്ച് അത് സ്വായത്തമാക്കി വിദേശ തൊഴിലാളികളെ അമേരിക്കയിൽ കൊണ്ടുവരാനുള്ള ശേഷി ഉണ്ടാകും. തൊട്ട് താഴെ നിൽക്കുന്ന സ്റ്റാർട്ടപ്പുകൾ, ടെക്നിക്കൽ കമ്പനികൾ, ടെക്നോളജി സ്റ്റാർട്ടപ്പുകൾ, ഇവയ്ക്കൊക്കെ ഇനി അമേരിക്കക്കാരായ ബിരുദധാരികളെ ആശ്രയിക്കേണ്ടി വരും. അമേരിക്കയുടെ വ്യവസായ മേഖലയിൽ കടുത്ത ഒരു ദുരന്തമാക്കി ഇത് വരുത്തി വയ്ക്കുക. കാരണം അമേരിക്കയിലെ വിദ്യാർത്ഥികളിൽ ഭൂരിഭാഗം പേരും ഇത്തരം വ്യവസായ സാങ്കേതിക മേഖലയിൽ വിയർപ്പൊഴുക്കി പണിയെടുക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയും ജപ്പാനും ചൈനയും ഒക്കെ അടക്കം വിദേശ രാജ്യങ്ങളിലെ വിദഗ്ധരായ തൊഴിലാളികൾ, ജീവനക്കാർ അമേരിക്കയിൽ ചെന്ന് എല്ല് മുറിയെ പണിയെടുക്കുന്നത്. അതിനെ ഇല്ലാതാക്കാനുള്ള
കടുത്ത ശ്രമങ്ങളിലാണ് ഇപ്പോൾ ട്രംപ് ഭരണകൂടം. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ വി ഡി സതീശൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച